ഇസ്രായേലിനെ സഹായിക്കാനായി ഇറാനിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബോംബർ വിമാനങ്ങൾ എത്തുകയും അവിടെ നിരന്തരം B-2 ആക്രമണം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ആ B-2 വിമാനങ്ങൾ വീണ്ടും വരികയാണോ? അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല, പക്ഷെ അമേരിക്ക ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ഈ ഇറാൻ ഏതാണ്ട് നിലംപരിശ ഈ പറഞ്ഞതുപോലെ B-2 ബങ്കർ ബസ്റ്ററുകൾ ബോംബുകൾ ഉപയോഗിച്ച് ആ വിമാനങ്ങളിൽ ചെന്ന് ആ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു അമേരിക്ക. കാരണം അമേരിക്ക അവകാശപ്പെടുന്നു, ഇറാൻ അത് നിഷേധിക്കുന്നു. അതൊക്കെ ഒരു വശത്ത് നടക്കുന്നു. വലിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല, വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല, യുറേനിയം ഇറാൻ മാറ്റി എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇറാനെ ആക്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഇറാൻ അംഗീകരിക്കുന്നുണ്ട്. ഇറാൻ അതുകൊണ്ട് തന്നെ ഖത്തറിലെ US ആർമി ബേസിന് നേരെ ഇറാൻ മിസൈൽ അയക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഈ അമേരിക്കയുടെ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡറുണ്ട് മൈക്ക് ഹുക്കാബി. ഈ മൈക്ക് ഹുക്കാബി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഇറാനെ ആക്രമിച്ചത് കൊണ്ട് തീരുന്നില്ല. ഇത് ഹൂതികൾ, യമനിൽ അറിയാമല്ലോ, യമനിലെ ഹൂതികളാണ് യമനിലെ ഒരു പ്രത്യേക ഭാഗം ഭരിക്കുന്നത്. അവിടെ വലിയ അട്ടിമറിയൊക്കെ നടന്ന് വലിയ ഭീകരാക്രമണങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഈ ഹമാസ്, ഹൂതികൾ, ഹിസ്ബുള്ള ഇവരെ 3 ഭീകര സംഘടനകളെയും സഹായിക്കുന്ന ഇറാനാണ്. ഇവർക്ക് ആളും അർത്ഥവും ആയുധവും കൊടുക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഈ ഇറാനെ അമേരിക്കയും ഇസ്രയേലും ഒക്കെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുശേഷവും ഇപ്പോൾ വെടിനിർത്തൽ താൽക്കാലികമായിട്ടെങ്കിലും നിലവിൽ വന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ യമനിൽ നിന്ന് ഹൂതികൾ ഇസ്രയേലിന് നേർക്ക് മിസൈലുകൾ അയക്കുകയാണ്. ഇറാൻ കൊടുത്ത മിസൈലുകളാണ്. ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതികൾ ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം അവയൊക്കെ നിർവീര്യമാക്കുന്നു. പക്ഷേ ഇങ്ങനെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നത്, അത് പല ആവർത്തി മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഹൂതികൾ അത് നിർത്തുന്നില്ല. അങ്ങനെ നിർത്താതെ വന്നപ്പോഴാണ് ഈ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹുക്കാബി മുന്നറിയിപ്പുമായിട്ട് രംഗത്ത് വന്നത്. ഈ 19 B-2 വിമാനങ്ങൾ ഞങ്ങൾ യമനിലേക്കും പറപ്പിക്കും എന്നാണ്. അതായത് ഈ പറയുന്നത് പോലെ കനത്ത ബോംബിംഗ് നടത്താൻ കഴിയുന്ന വിമാനങ്ങളാണ് ഈ B-2. ആ 19 B-2 വിമാനങ്ങൾ യമനിലേക്ക് പറപ്പിക്കുമെന്ന് വെച്ചാൽ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കും എന്നാണ് അതിനർത്ഥം. അല്ല, അതെന്താണ് ഈ ചെറിയ സംഘടനയെ നേരിടാൻ ഇസ്രയേലിന് കഴിയുന്നില്ലേ? അല്ല, ഇസ്രയേലിന് കഴിയാത്തതല്ല. ഇവിടെ ഇസ്രയേലിന് നേർക്ക് ഇസ്രയേൽ വളരെ കൃത്യമായിട്ട് ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രയേൽ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് അവരെ ആക്രമിക്കുമ്പോൾ. പക്ഷെ ഇവിടെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. കാരണം ഇറാനെ അടിക്കാൻ, ഇറാൻ ആദ്യത്തെ മിസൈലും മറ്റുമൊക്കെ അയച്ച് ഇറാനിൽ ഇപ്പോഴത്തെ ഈ അടി തുടങ്ങി വെക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇസ്രയേലിന് വളരെ കൃത്യമായിട്ട് അമേരിക്കയുടെ പിന്തുണ അക്കാര്യത്തിലുണ്ട്. അമേരിക്ക ആവശ്യപ്പെട്ടതുകൊണ്ട് ഇറാന്റെ കാര്യം ബന്ധപ്പെട്ട് തന്നെ ഈ സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുകയും ചൊടിപ്പിക്കുകയും ചെയ്യുന്ന സംഗതി. അതാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനെയും അമേരിക്കയെയും പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇറാനെ ആക്രമിച്ചത് കൊണ്ടാണ് ഹൂതികൾ ഇസ്രയേലിനെതിരെ ഇപ്പോൾ മിസൈൽ വിട്ട് കളിക്കുന്നത്. ഇത് ഇസ്രയേൽ മറുപടി കൊടുക്കുന്നതിന് പകരം അമേരിക്ക ഒറ്റയടിക്ക് ഈ യമനിൽ ഒരു ആക്രമണം നടത്തി ഹൂതികളെ മുഴുവൻ ഇല്ലാതാക്കിയാൽ അത് വലിയ നേട്ടമാണ്. ഇസ്രയേൽ കയറി ഇങ്ങനെ ഇസ്രയേലും യമനും തമ്മിൽ ഇങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുന്നതിനേക്കാളും അമേരിക്ക ഒരൊറ്റ അടിക്ക് ഇതങ്ങ് നിലംപരിശാക്കിയാൽ അത്, അതായത് ഈ യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളെല്ലാം അവസാനിക്കും. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരപ്പോൾ ഈ B-2 സ്റ്റെൽത്ത് ബോംബറാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് മറ്റൊരു സംഗതി കൂടി ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് 2 ദിശകളിലേക്ക് 2 സെറ്റ് ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നു. അതിൽ ഒരു സെറ്റ് കൃത്യമായിട്ട് ആക്രമണം നടത്തിയിട്ട് തിരിച്ചെത്തി. മറ്റത് പസഫിക് മേഖലയിലൂടെയാണ് സഞ്ചരിച്ചത്. അത് തിരിച്ചെത്തിയിട്ടില്ല. അത് വിമാനത്തിന് യന്ത്രത്തകരാറ് വന്നിട്ട് അത് ഹവായ് ദ്വീപിൽ
ഇറക്കി എന്നാണ് അതായത് ജൂൺ 21-ന് മിസൗറിയിലെ വൈറ്റ്മാൻ വ്യോമതാവളത്തിൽ നിന്നാണ് 2 ഗ്രൂപ്പായിട്ട് B-2 ബോംബറുകൾ പറന്നുയർന്നത്. അതിൽ ഒരു ഗ്രൂപ്പ്, അതായത് ഒരു ഗ്രൂപ്പിൽ 7 B-2 വിമാനങ്ങളുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് തിരിച്ചെത്തി, മറ്റേ ഗ്രൂപ്പ് തിരിച്ചെത്തിയിട്ടില്ല. അത് ഈ ആദ്യം പോയത് പശ്ചിമേഷ്യയിലേക്ക് പറന്ന് ഇറാനിലെ ഫർദോ, നദാൻസ് തുടങ്ങിയ ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും അവിടെ അത് തകർത്തിട്ട് തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ അത് ഇറാൻ അവിടെ നിക്ഷേപിച്ചത് 14 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇറാനിൽ ഇട്ടത്. ഇതെല്ലാം ഈ വിവരങ്ങളൊക്കെ നേരത്തെ വന്നതാണ്. രണ്ടാമത്, ഈ പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചു വരാത്തത് ഒരു ആശയം. അതോടൊപ്പം തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വലിയ ആക്രമണം നടത്തുന്നുണ്ടല്ലോ തുടർച്ചയായി. ഈ ഹമാസിനെ എല്ലാം പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞെങ്കിലും ഇത്തരം സംഘടനകളെ അമർച്ച ചെയ്യാൻ ഇസ്രായേലിന് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? ഇല്ല, തെറ്റിയിട്ടില്ല. നമുക്കറിയാം, ഹിസ്ബുള്ളയ്ക്കെതിരെ പേജർ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം വധിച്ചു. അതുപോലെ ഹൂതികളുടെയും നല്ല പണിയാണ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത്. ഹമാസിനാണ് ഏറ്റവും ഭീകരമായ നഷ്ടമുണ്ടായിരിക്കുന്നത്. ഇവിടെ പക്ഷേ ഇതൊക്കെ ഈ അമേരിക്കയ്ക്ക് പല താല്പര്യങ്ങളുണ്ടല്ലോ. ഇസ്രായേലിനെ അമേരിക്ക ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നു. ഇസ്രായേലിന് പിന്നെ അവിടെ അടിച്ചു നിൽക്കാതെ രക്ഷയില്ല ഇവരെടുത്ത്. പക്ഷേ അമേരിക്കയ്ക്ക് അതിനപ്പുറത്തേക്ക് യമനിലും സിറിയയിലും ഒക്കെ അമേരിക്കയ്ക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ സിറിയക്കെതിരായ ഉപരോധം അമേരിക്ക നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സിറിയയെ അമേരിക്ക ഇനി അമേരിക്കയുടെ ആവശ്യങ്ങൾക്കായിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കും. അമേരിക്കയ്ക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ അമേരിക്കയ്ക്ക് ഒരിടത്തും ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതല്ലാതെ ഈ പറയുന്ന പോലെ സിറിയയിലെയോ അല്ലെങ്കിൽ ഇറാനിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിന് നേരെ നടക്കുന്ന ഈ ആക്രമണങ്ങളിൽ പോലും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വലിയ ആശങ്കയോ അല്ലെങ്കിൽ അതിനകത്തൊരു പ്രതിസന്ധിയോ ഒന്നുമില്ല. അമേരിക്കയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെങ്കിലാണ് അമേരിക്ക ചാടിയിറങ്ങുന്നത്. അത്രയേ ഉള്ളൂ. അതായത് ഞാൻ എൻ്റെ കാര്യം, അമേരിക്ക ഫസ്റ്റ്, അതാണ് അമേരിക്കയുടെ നയം. അതിനിപ്പോൾ ട്രംപ് ആണെങ്കിലും ഒബാമയാണെങ്കിലും ആരാണെങ്കിലും. ഈ അമേരിക്കയുടെ കയ്യിലെ ഏറ്റവും മികച്ച വിമാനമാണ് ഇത്. കച്ചവട തന്ത്രം കൂടി ഇതുണ്ടോ? ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഈ അവരുടെ ആ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ തകർന്നു വീഴുകയാണ്. ഇപ്പോൾ അതിൽ നിന്നും അതിനേക്കാൾ മികച്ചത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന ഒരു സന്ദേശം കൊടുക്കാൻ കൂടിയാണോ ഇത് ഉപയോഗപ്പെടുത്തുന്നത്? അങ്ങനെയും നമുക്ക് കരുതാം. ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് പസഫിക് സമുദ്ര മേഖലയിലൂടെ പോയ വിമാനങ്ങൾ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് അതിലൊരു വിമാനം ഹവായിൽ ഇറങ്ങിയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊരു വിമാനമാണ് തിരിച്ചെത്താത്തത്. അപ്പോൾ അത് പറക്കലിനിടെ ഒരു സാങ്കേതിക തകരാറുണ്ടായിട്ട് അത് ഈ ഹവായിലെ വ്യോമതാവളത്തിൽ അടിയന്തര ലാൻഡിംഗ്, സുരക്ഷാ കാരണങ്ങളാൽ അടിയന്തര ലാൻഡിംഗ് നടത്തി എന്നാണ് ഇവർ പറയുന്നത്. ഔദ്യോഗികമായ ഒരു വിശദീകരണം അതാണ്. ഇതിനെക്കുറിച്ച് വേറെ കൂടുതലൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഈ ഇസ്രായേലിലെ അംബാസഡറിൻ്റെ ഈ അമേരിക്കൻ അംബാസഡർ ഉണ്ടല്ലോ ഇസ്രായേലിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഈ മുന്നറിയിപ്പും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ യമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ഈ ഹവായ് ദ്വീപിൽ ഇതിനെ നിർത്തിയിരിക്കുന്നത്? വളരെ പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച്, മറ്റത് 37 മണിക്കൂർ പറന്നിട്ടാണ് ഇറാനെ ആക്രമിച്ചത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്ത്രപരമായിട്ട് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ കയറി ഈ യമനിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാനാണോ ഈ വിമാനത്തെ ഈ ഹവായിൽ അവിടുത്തെ വ്യോമതാവളത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്, അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന സംശയമാണ് ഉയരുന്നത്. അതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ ഇറാനെയും ഇവരെയും എല്ലാം അവർക്കൊരു ഭയമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡർ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകി, ഞങ്ങൾ B-2 ഉപയോഗിക്കും എന്നൊരു മുന്നറിയിപ്പും കൂടെ നൽകി. ഇതെല്ലാം കൂടെ വന്നപ്പോൾ വാസ്തവത്തിൽ ഈ വിമാനം യന്ത്രത്തകരാർ മൂലം ഹവായിൽ നിർത്തിയിട്ടിരിക്കുന്ന വിമാനം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു തന്ത്രം പയറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഇസ്രായേലിനെ ഇങ്ങനെ ചൊറിഞ്ഞ് യമൻ ഹൂതികൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സിറിയ ആയാലും യമനായാലും ഒക്കെ
അമേരിക്ക, ഇറാഖായാലും ഒക്കെ ഇത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് വരണം. അതിന് അവർ ഈ പേരും പറഞ്ഞൊരു ആക്രമണം നടത്താൻ നല്ല സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈ പേരിൽ ഇപ്പോൾ ഇതാ ഇസ്രായേലിനെ ചൊറിയുന്നു, എന്നാൽ പിന്നെ കൊടുത്തേക്ക് അവരടി എന്ന് പറഞ്ഞ് കയറി അതൊരവസരമാക്കിക്കൊണ്ട് അവിടെ കയറി ആക്രമിക്കുന്നതുമാകാം. ഇതിൽ എല്ലാ സാധ്യതകളും വിരൽ ചൂണ്ടുന്നത് യമനിലേക്ക് ഒരു അമേരിക്കൻ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.